വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനെ കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനെ പരിശോധനകളെ തരണം ചെയ്തക്കരെ പരിശോധനകളെ തരണം ചെയ്തക്കരെ പരിശുദ്ധനന്ദികെ പരിചോടു ചേരുവാൻ പരിശുദ്ധനന്ദികെ പരിചോടു ചേരുവാൻ ശുദ്ധമാക്കാൻ രക്തത്താലനെ ശുദ്ധ രക്തത്താലനെ ശുദ്ധമാക്കാരക്തത്താലനെ ശുദ്ധ രക്തത്താലനെ സിദ്ധനാക്കിടുക നാവിനാലനെ ദിവ്യനാവിനാലനെ സിദ്ധനാക്കിടുക നാവിനാലനെ ദിവ്യനാവിനാലനെ വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനെ എൻ പാപം പേറി ക്രൂശിലേറി എൻ പാപം പേറി ക്രൂശിലേറി എൻ പാപം തീർത്തു നീ നിശാപം മൃത്യുവാൻ എൻ പാപം തീർത്തു നീ മൃത്യുവാൽ എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ ദൈവ സ്നേഹദീപമേ എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ ദൈവ സ്നേഹദീപമേ ശുദ്ധമാക്കിയ സ്നേഹമോർത്തു ഞാൻ താഴും ജീവനാളെല്ലാം ശുദ്ധമാക്കിയ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം വാഴ്ത്തുന്നേ യേശുരാജനെ സർവലോകവും കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനെ മരുവാസമാകലേ ആശ്വാസമേതുമേ മരുവാസമാകലേ ആശ്വാസമേതുമേ കാണാതുറന്നു ഞാൻ പരം തളർന്നിതാ കാണാതുറന്നു ഞാൻ പരം തളർന്നിതാ കൂട്ടുകാരുമില്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കൂട്ടുകാരുമില്ല ശ്വാസമായി എനിക്കില്ല ശ്വാസമായി കർത്തരേശുവിൻ സഹിതമുള്ള ഞാൻ എന്തു പരിശീലിപ്പാൻ കർത്തരേശുവിൻ സഹിതമുള്ള ഞാൻ എന്തു പരിശീലിപ്പാൻ വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനെ. അത് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രമാണിച്ചാണ് പാപികളും ദോഷികളുമായിരുന്ന നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തിന്റെ ഓർഡറാണ്. മരിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനയാണ്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോട് പറയുക, ജീവനുള്ള ദൈവം ഒന്ന്, ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ഏക സത്യദൈവം, അവൻ നിത്യജീവൻ നൽകുന്ന ദൈവവുമാണ്. അവൻ പാപമോചകനായി ഈ ലോകത്തിലേക്ക് വന്നു. മാനവരാശിയുടെ പാപത്തിന് പരിഹാരകനായി കാൽവരി കുരിശിൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിൽ യാഗമായി തീർന്നിട്ട് അതോടുകൂടി അവസാനിച്ച ദൈവമല്ല, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടതിന് ശേഷം മൂന്നിന്റെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു ദൈവം, അവനാണ് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ. അവൻ കൽപ്പിച്ചതാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ പുറപ്പെട്ടു പോവുക,
ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോട് പറയുക, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം ഒന്നേ ഉള്ളുവെന്നും അവൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണെന്നുള്ള ഈ സത്യസന്ദേശം ദേശത്തോട് അറിയിക്കുവാൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. മാനവകുലത്തിന്റെ പാപപരിഹാരങ്ങളായി വന്നവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ദൈവമേകനായി മഹാത്ഭുതങ്ങളെ ചെയ്തു. ആ ദൈവത്തിന്റെ കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പനയാണ്, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലെത്തുകയില്ല. നിത്യജീവൻ നമുക്ക് തരുവാൻ വേണ്ടി മാനവകുലത്തിന്റെ പാപപരിഹാരങ്ങളായി വന്നവൻ, സർവത്തിനുമീതെ ദൈവമായവൻ, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചവൻ, മാനവകുലത്തിന്റെ പാപപരിഹാരങ്ങളായി വന്നവൻ, അതേ സർവവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം, അവൻ ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് ഇത്രമാത്രം അത്ഭുതങ്ങളെ ചെയ്തു. അവൻ തന്നെയാണ് ദൈവമെന്നും അവൻ തന്നെയാണ് സൃഷ്ടാവെന്നും അവൻ തന്നെയാണ് രക്ഷിതാവുമെന്നുള്ള ഈ വ്യക്തമായ സന്ദേശങ്ങൾ മാനവകുലത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അവൻ സകലവും പ്രവർത്തിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു, കണ്ണു കാണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതെ, സകലവും ചെയ്ത ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലെത്തുകയില്ല എന്ന് കൽപ്പിച്ച ദൈവം, അതെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല എന്നുള്ള ഈ സന്ദേശം ഞങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിച്ചതിന് പ്രകാരം, കൽപ്പിച്ചതിന് പ്രകാരം ഞങ്ങളിപ്പോൾ ഇന്ന് ഈ ഗോകുലത്തിന്റെ പ്രദേശത്തിലായിരിക്കുവാനും വടക്കമ്പലം പ്രദേശത്താകുവാനും വടക്കമ്പലം നിവാസികളോട് സത്യസന്ദേശം അറിയിക്കുവാനും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇവിടെ നിൽക്കുന്നു. അതെ, ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ തിരുവചനങ്ങൾ മനുഷ്യന് ആശ്വാസവും സമാധാനവും തരുന്ന വചനങ്ങളാണ്. അത് ജീവന്റെ വചനങ്ങളാണ്. അത് ആ വചനത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എന്നാലും സർവത്തിനും മതിയായ ഒരു ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ ഈ ലോകത്തിൽ നമ്മുടെ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, നമുക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള നിത്യജീവൻ തരുവാൻ ഈ ലോകത്തിലെ ഒരു ഭരണാധികാരികൾക്കോ ഒരു സംഘടനകൾക്കോ ഒരു പ്രസ്ഥാനത്തിനോ സാധ്യമല്ലാതെ വരുമ്പോൾ ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവം തന്നെയാണ്, മാനവകുലത്തിന്റെ പാപപരിഹാരകനായി വന്നവൻ തന്നെയാണ് നമുക്ക് നിത്യജീവൻ തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അവന്റെ സത്യവചനങ്ങളിൽ ഒരിക്കലും മായം ചേർക്കുകയോ അതിനോടൊന്ന് കൂട്ടുകയോ അതിൽ നിന്നൊന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വചന സത്യമായ വചനങ്ങളാണ്. അത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അൽപ്പിച്ച ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം തന്നെയാണ്. അതെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ എത്ര പാപ സ്വഭാവമുള്ള അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനായാലും അവനിൽ ഒരു നന്മയും അവശേഷിച്ചിട്ടില്ല എങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ സ്വന്തം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവൻ ഈ ലോകത്തിൽ നിന്നെ രക്ഷിക്കുക മാത്രമല്ല നിത്യജീവന് നിന്നെ അവകാശിയാക്കി തീർക്കുവാൻ കൂടി മധ്യായവരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അങ്ങനെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലെത്തുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം, നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം, നമ്മളെ മുഴുവനായി അറിയുന്ന ദൈവം, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എവിടെ ഇരുന്നാലും എവിടെ പോയി ഒളിച്ചെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റെല്ലാം അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരേ ഒരു വ്യക്തി. നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യ ഒരു പക്ഷെ കണ്ടില്ല എന്ന് വരാം, നമ്മുടെ മാതാപിതാക്കൾ ഒരു പക്ഷെ അറിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മൾക്ക് രക്ഷകനായി വന്ന ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ
ആ രക്ഷകനായ ദൈവം തന്നെയാണ് സകലവും അറിയുന്ന ദൈവം. നമ്മുടെ വിചാരങ്ങളെ മനസ്സിലാക്കുന്ന, ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്ന. അത് ഇന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും, കൂനമ്മാവിൽ നിന്ന് വിളിച്ചാലും, വടക്കുംപുറത്തിൽ നിന്ന് വിളിച്ചാലും ഒരേ സമയം വിളി കേൾക്കുവാൻ മതിയായ ഒരു ദൈവമാണ് യേശു ക്രിസ്തു. അതെ, ആ ദൈവം തന്നെയാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന അവന്റെ വചനങ്ങൾ. ആ ദൈവം തന്നെയാണ് നമ്മളെ ന്യായം വിധിക്കുന്ന ദൈവം. ആ ദൈവത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഈ രക്ഷാ സന്ദേശം നിങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ പുസ്തകത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സകലവും മതിയായവനാണ്. സകല പാപങ്ങളും പോറ്റി നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണ്. നിത്യജീവൻ നൽകുന്ന നിത്യദായകനായ ദൈവമാണ്. അവനാണ് പറൂര് കണ്ണംകുളം അമ്പലമല്ലേ, കണ്ണംകുളേർ അമ്പലം, അതിന്റെ ജബിലിക്കടയോട് ചേർന്ന് അതെ, ആകാശത്തിന്റെ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല, യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ സത്യ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇന്നലെ കണ്ട എത്ര ആളുകളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരാരും വിചാരിച്ചില്ല ഇന്ന് ഈ ലോകത്തിൽ ഇല്ലായി വരുമെന്ന്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ നിത്യത, ഒരിക്കലും അവസാനിക്കാത്ത നിത്യത നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം, അവന്റെ മക്കളായി തീർന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ ചേർക്കുമ്പോൾ, ആ സ്കൂളിൽ ചേർക്കുന്ന കുട്ടിയുടെ പേര് രജിസ്റ്ററിൽ വന്നാൽ, നാളെ നമ്മുടെ കുട്ടിയെ എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ ചെന്നാൽ ആ കുട്ടി അവിടുത്തെ രജിസ്റ്ററിൽ പേരുള്ള കുട്ടിയായതുകൊണ്ട്, അവൻ അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുട്ടി ആ സ്കൂളിലെ കുട്ടിയായി പഠിക്കാൻ തുടങ്ങും. അതുപോലെ ദൈവത്തിന്റെ പുസ്തകം, അതെ, സ്വർഗത്തിൽ ജീവന്റെ പുസ്തകം എന്നുള്ള ഒരു പുസ്തകമുണ്ട്. നിത്യജീവൻ തരുന്ന പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അത്യന്തകാലത്തിലേക്ക് തള്ളിയിടുമെന്നുള്ള ആ സത്യവേദ പുസ്തകത്തിലെ വചനങ്ങൾ ജീവദായകമായ വചനങ്ങളാണ്. അതെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിരികെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ സത്യവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതേ, പാപിയായ മനുഷ്യൻ, ഈ ലോകത്തിൽ പിറന്ന ഓരോ മനുഷ്യനും പാപത്തിലാണ് ജഡമെടുത്തിരിക്കുന്നത്, പാപത്തിലാണ് പിറന്നിരിക്കുന്നത്. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരേ ഒരുത്തിന് മാത്രമേ കഴിയുള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവനാണ് മാനവകുലത്തിന്റെ പാപപരിഹാരകനായി വന്നവൻ. അവനാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് അരുളി ചെയ്തവൻ. ഏതായാലും നിത്യജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ഈ ലോകത്തിൽ വെച്ച് നന്മ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കറപുരണ്ട തുണികളാണ്. എന്നാൽ ആ കറകളെ മാറ്റി അവയെ വൃത്തിയാക്കി നമ്മളെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് പാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച്, ശാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് നമ്മളെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കുന്ന ആ സത്യ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ, അതേ രാജാതിരാജാവല്ല, അവൻ മഹാരാജാവാണ്. അവനാണ് ഈ ലോകത്തിന്റെ രക്ഷകനായി വന്നവൻ. അവനാണ് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി സമാധാനവും സന്തോഷവും നൽകുന്നവൻ. നമ്മൾ എത്ര പാപിയായ മനുഷ്യനാണെങ്കിലും ആ പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ പഴയ കാലങ്ങളെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞിട്ട് അവനെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ പ്രാപ്തനാക്കി തീർക്കുന്നു. അവൻ പാപ സ്വഭാവത്തിൽ നിന്ന് മാറി കുടുംബത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അവയെ മദ്യപാനിയായ ഒരു മദ്യപാനാണെങ്കിൽ, അവനൊരു മയക്കുമരുന്നിന് അടിമയായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സുഖങ്ങളുടെ പുറകെ പോകുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, അങ്ങനെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഭാര്യയായ എന്നൊരു കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥന കേൾക്കുന്ന, നിന്നെ മുഴുവനായി അറിയുന്ന, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവായ ദൈവം
ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ എന്ന് എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരും, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് അവൻ മോചിതനാകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ ഓരോ നിമിഷവും മകനെ നീ എന്റേതാണ്, മകളെ നീ എന്റേതാണ്, നീ പാപ സ്വഭാവത്തിൽ നിന്നും മാറി നല്ല സ്വഭാവത്തിലേക്ക് വരുവാൻ ഞാൻ നിന്നെ കഴുകി വെടിപ്പാക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും ആടി വിളിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുത്താൽ, ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സ്വർഗത്തിൽ നമ്മൾക്ക് ഇടം തരുവാൻ തക്കവണ്ണം അവൻ നമ്മളെ സ്വർഗത്തിൽ അവകാശികളാക്കി തീർക്കും, നിത്യജീവൻ അവകാശികളാക്കി തീർക്കും, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടും. അങ്ങനെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കിടന്നിരുന്ന നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിന്റെ പൊന്നോമന മക്കളാക്കി തീർക്കുവാൻ കഴിവുള്ള ആ രക്ഷകനിലേക്ക് നിങ്ങൾ അടുത്തു വരണമേ. ആ രക്ഷകനെ നിങ്ങളുടെ ദൈവമായി സ്വീകരിക്കണമേ. ആ ദൈവത്തോട് പറയണമേ, ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മളെ മുഴുവനായി അറിയുന്ന, നമ്മുടെ വിചാരങ്ങളെ മനസ്സിലാക്കുന്ന, നമുക്ക് വേണ്ടി സകലവും ചെയ്യാൻ മതിയായ ആ ദൈവത്തിലേക്ക് തിരിയണമേ. നിങ്ങൾ വിശ്വസിച്ച് അത് യേശുക്രിസ്തു പാപികളെ തേടി വന്ന രക്ഷകരാണ്, ആ പാപിയായ അതിൽപ്പെട്ട ഞാനും ഒരു പാപിയാണ് എന്ന് ദൈവത്തിനോട് എന്നോട് പറഞ്ഞ് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കാൻ മതിയായവനാണ്. ആ ദൈവത്തിന്റെ കൽപ്പനയാണ്, നിങ്ങൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ സ്വർഗത്തിന് അവകാശിയായി തീരുമെന്നും വിശ്വസിക്കാത്തവർ നിത്യ നരകത്തിന് യോഗ്യരായി തീരുമെന്നും